കാസർഗോഡ് കാഞ്ഞങ്ങാട് മതിലിടിഞ്ഞു വീണു. റോഡിലേക്കാണ് മതിലിടിഞ്ഞു വീണത്. ഇന്ന് ഉച്ചയ്ക്ക് 2:30 അപകടം. കാഞ്ഞങ്ങാട് CSI ചർച്ചിന്റെ മതിലാണ് തകർന്നത്. വാഹനങ്ങൾ അതുവഴി കടന്നു പോകാത്തതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം. പേടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ്. അക്ഷരാർത്ഥത്തിൽ ആ സമയത്ത് അവിടെ കാൽനട യാത്രക്കാരോ വാഹനങ്ങളൊന്നും ഇല്ലാത്തത് അപകടത്തിന്റെ വ്യാപ്തി ഏറ്റവും കുറച്ചു എന്നുള്ളത് മാത്രമേ പറയാൻ കഴിയുള്ളൂ. വലിയ ദുരന്തമാണ് ഒഴിവായത് എന്ന് പറയാതെ വയ്യ. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, അത് ബെൽറ്റൊക്കെ കെട്ടിയൊരു വലിയ മതിലാണ്. അത് അപ്പാടെ ഇടിഞ്ഞു പോവുകയാണ്. ഒരു വലിയ എമൗണ്ടാണ് മണ്ണ് അവിടേക്ക് വീണു പോകുന്നത്. ആ വഴി അപ്പാടെ മൂടാൻ പാകത്തിൽ. മാധു, നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ഇതിന്റെ ഒരു വ്യാപ്തി. വലിയൊരു മതിലാണ് തകർന്ന് താഴേക്ക് പതിച്ചത്. അത് കല്ലുകൾ കൊണ്ട് കെട്ടിയ മതിലാണ്. അതിന് ബെൽറ്റ് ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ പണിത് നിർമ്മിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ പള്ളിയുമായി ബന്ധപ്പെട്ട അധികൃതർ പറയുന്നത് ഇപ്പോഴും ഇതിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായും നിർമ്മാണം കഴിയാത്ത അല്ലെങ്കിൽ നിർമ്മാണം പൂർത്തിയാകാത്ത മതിലാണ് എന്നതാണ് ഇവർ പറയുന്നത്. ഈ പള്ളിയുടെ തൊട്ട് സമീപത്താണ് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. ആ ദൃശ്യത്തിലേക്ക് കൂടി നമുക്ക് പോകാം. ഇപ്പോൾ നമ്മൾ കാണുന്നത് ആ മതിലിൻ്റെ ഒരു ഭാഗമാണ്. അത് പൂർണ്ണമായും തകർന്ന് താഴേക്ക് പതിക്കുകയായിരുന്നു. അതിൻ്റെ മുകളിൽ ആ നീല പെയിന്റ് അടിച്ച കെട്ടിടം, അതാണ് ഈ സ്കൂൾ കെട്ടിടം. ആ സ്കൂൾ കെട്ടിടത്തിന് തൊട്ട് സമീപത്ത്, അതായത് കുറച്ചു മാറിയിരുന്നെങ്കിൽ സ്കൂൾ കെട്ടിടത്തിന്റെ ഭാഗമായിട്ടുള്ള മതിൽ കൂടി തകരുമായിരുന്നു, അല്ലെങ്കിൽ ആ കെട്ടിടത്തിന് കൂടി അപകടാവസ്ഥ ഉണ്ടാവുമായിരുന്നു. ഇത് ആ സ്കൂളിന് സമീപം, അതായത് ഈ പള്ളിയുടെ CSI ചർച്ചിന് കീഴിൽ തന്നെയാണ് സ്കൂളും പ്രവർത്തിക്കുന്നത്. ആ പള്ളിയുടെ ഭാഗമായിട്ടുള്ള കോമ്പൗണ്ടിന്റെ ആ മതിൽ കെട്ടാണ് ഇത്തരത്തിൽ തകർന്നു വീണത്. ഈ അപകടം നടക്കുന്ന സമയത്ത് തലനാരിഴക്ക് രക്ഷപ്പെട്ട ഒരു ഓട്ടോ ഡ്രൈവർ ഇവിടെയുണ്ട്. എന്താണ് ശരിക്കും സംഭവിച്ചത്? ഇതിന്റെ ദൃശ്യമൊക്കെ കാണുമ്പോൾ വലിയ ഭീതിയുണ്ട്. വാടക വന്ന് വിളിച്ചിട്ട് വന്നതാണ് ഇവിടത്തേക്ക്. ഞാനിവിടെ വന്ന് വണ്ടിയുടെ ഓഫാക്കി തിരിയുമ്പോഴത്തേനും ഇത് പൊട്ടി. മതിൽ ഭയങ്കര സൗണ്ടിൽ കണ്ടിരുന്നു. ഞാൻ അവിടെ വണ്ടി ഇറങ്ങി, ഞാനും ഷാജി സാറും വന്ന് നോക്കി. ഞങ്ങൾ ലൈവായിട്ട് കണ്ടു. റോഡിലൂടെ തന്നെയാണ് നിങ്ങൾ കടന്നു? രാവിലെയും വൈകുന്നേരം വരുന്നത്. ഷാജി സാറിന്റെ കൊച്ചിനെ ദുർഗ സ്കൂളിൽ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. ഞാൻ രാവിലെയും വൈകുന്നേരം 2 നേരം വരും. കടന്നുപോയി 2 മിനിറ്റ് കഴിഞ്ഞ് തന്നെ അപകടം. 2 മിനിറ്റ് ചെയ്തു. 2 മിനിറ്റ് കൊണ്ടാണ്. എന്താണ് കണ്ടത്? ഈ മൊത്തത്തിൽ തന്നെ തകർന്ന് ആ സൈഡിൽ നിന്ന് ഇടിഞ്ഞിട്ട് വീഴുന്നുണ്ടായിരുന്നു മൊത്തം. ഭയങ്കര സൗണ്ടും. അതും ഇപ്പോൾ ഈ അപകടത്തിൽ നിന്ന് തലനാരിഴക്ക്, അതായത് 2 മിനിറ്റിന്റെ വ്യത്യാസത്തിൽ മാത്രം രക്ഷപ്പെട്ട ഒരു ഓട്ടോ ഡ്രൈവറാണ് അദ്ദേഹം. ഈ പാതയിലൂടെ, അതായത് ഈ മണ്ണ് കൂടി കിടക്കുന്ന ഭാഗത്ത് ടാറിട്ടൊരു റോഡുണ്ട്. ആ റോഡിന് മുകളിലാണ് ഈ കല്ലുകൊണ്ട് കെട്ടിയ ഈ മതിൽ. വലിയ കൂറ്റൻ മതിലാണ് ആ മതിലുള്ളത്. അതിന്റെ മുകളിലാണ് സ്കൂൾ ഉള്ളത്. അതിന്റെ ഒരു വശത്താണ് പള്ളി ഉള്ളത്. പള്ളിയുടെ കോമ്പൗണ്ടിന്റെ ഭാഗമായിട്ടുള്ള ആ മതിലാണ് ഇത്തരത്തിൽ തകർന്നു വീഴുന്നത്. ഇവർ പറയുന്നത് ഇന്നും ഇതിന്റെ നിർമ്മാണം നടക്കുന്നുണ്ടായിരുന്നു. ഇത് പൂർണ്ണമായും നിർമ്മാണം പൂർത്തിയായിട്ടില്ല. നേരത്തെ ഒരു മതിൽക്കെട്ട് ഉണ്ടായിരുന്നു, അത് നവീകരിക്കുന്ന പണി ഉൾപ്പെടെയാണ് നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ കാഞ്ഞങ്ങാട് നഗരസഭ ചെയർമാൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. വലിയ അപകടമല്ലേ? നമ്മൾ ആ CCTV ദൃശ്യം കാണുമ്പോൾ ശരിക്കും ഭീതിപ്പെടുത്തുന്ന ഒരു അപകടമാണ് ഉണ്ടായത്. ഇതിന് മുകളിൽ സ്കൂളുണ്ട്, ഒരു വശത്ത് പള്ളിയുണ്ട്. ശരിക്കും വലിയ അപകടം ഒഴിവായല്ലേ? കാഞ്ഞങ്ങാട് രക്ഷപ്പെട്ടു എന്ന് പറയാം. ഇന്ന് ഇത് സ്കൂൾ വിട്ട് കുട്ടികൾ പോകുന്ന റോഡാണ്. ഓട്ടോറിക്ഷകൾ, യാത്രക്കാർ കൃത്യമായി ഓട്ടോറിക്ഷ അപ്പപ്പോൾ ഓട്ടോറിക്ഷ വരുന്നതാണ് ഈ ഭാഗത്തേക്ക്. ഈ ഞെട്ടലിന് ഇതുവരെ നമുക്കൊരു ശരിയായിട്ടില്ല. മതില് നേരത്തെ ഉണ്ടായിരുന്ന മതിൽ നവീകരിക്കുകയാണോ ചെയ്തത്? ഉണ്ടായ മതിൽ നവീകരിക്കുകയല്ല, ഇത് കുറച്ചും കൂടി സ്ഥലം കിട്ടിക്കോട്ട് എന്ന് വിചാരിച്ചിട്ട് കൂട്ടിയെടുത്തതാണോ എന്ന് ഞാൻ സംശയിക്കപ്പെടുകയാണ്. കാരണം ഇതിനപ്പുറത്ത് വെറും പാറയാണ്. ആ പാറ ഇടിയില്ല. പക്ഷെ ഇപ്പോൾ ഇടിഞ്ഞ് വീണിരിക്കുന്നത് കൊണ്ട് നിറച്ച മണ്ണാണ്. ഇത്തരമൊരു മതിൽ ഇങ്ങനെയല്ല ഇവിടെ മതിൽ കെട്ടേണ്ടത്. ഇത് അശാസ്ത്രീയമായ രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം നടന്നിട്ടുള്ളത്. അതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണം. ഇത് പറ്റിയിട്ടില്ല. പിന്നെ ഇത്തരം റോഡ് സൈഡിൽ ഇത്തരം ഒരു മതിൽ നിർമ്മിക്കുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും അതുപോലെ തന്നെ മറ്റ് അധികാരികളുടെയൊക്കെ പെർമിഷൻ എടുക്കണം. അത് എടുത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. ഏതായാലും
ഇത് വെയിറ്റ് താങ്ങാൻ പറ്റുന്ന ഒരു ഫില്ലറല്ല ഇപ്പോൾ കാണുന്നത് എന്നാണ് എനിക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നത്. ഏതായാലും കാഞ്ഞങ്ങാട് വലിയ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. കർണാടക മോഡൽ ആയിപ്പോട്ടെ ഇപ്പോൾ മറ്റേ മംഗലാപുരത്ത് നടന്ന അപകടമുണ്ടല്ലോ, അതുപോലെ ലോറി മണ്ണിനടിയിൽ പെട്ടുപോകുന്നത്. ഇതിലെ ഓട്ടോറിക്ഷ സ്ഥിരം സഞ്ചരിക്കുന്ന ഓട്ടോറിക്ഷ, മിനിറ്റ് ഓട്ടോറിക്ഷ പാസ് ചെയ്യുന്ന വഴിയാണിത്. എന്തോ നമ്മുടെ ഭാഗ്യത്തിന് ഈ സമയത്ത് വാഹനങ്ങൾ വന്നില്ല എന്നതാണ്. അതായത് കാഞ്ഞങ്ങാട് നഗരസഭ ചെയർമാനായിട്ടുള്ള വി രമേശ് ആണ് സംസാരിച്ചത്. അദ്ദേഹം പറയുന്ന പോലെ തന്നെ കാഞ്ഞങ്ങാട് വലിയൊരു ദുരന്തത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടത്. അതായത് ഇത് വലിയ മണ്ണ് പ്ലാറ്റ്ഫോമിൽ മണ്ണുള്ള വലിയ മതിലാണ്. അതൊരു സ്ലോപ്പ് നിലയിലാണുള്ളത്. അപ്പോൾ ഈ കല്ലുകൊണ്ട് മാത്രം കെട്ടിയാൽ ഒരുപക്ഷെ ഇത് നിൽക്കണമെന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഇത് അശാസ്ത്രീയമായിട്ടുള്ളൊരു നിർമ്മാണമാണ്, കൂടുതൽ ബലമുള്ള നിർമ്മാണം ഇതിനാവശ്യമാണ്. അതിൻ്റെ മുകളിൽ കെട്ടിടങ്ങളുണ്ട്, നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ സ്കൂളുണ്ട്, താഴെ പാതയാണ്, സ്ഥിരമായി വാഹനങ്ങൾ കടന്നു പോകുന്ന പാതയാണ്. അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരു ബലം ഇതിൻ്റെ നിർമ്മാണത്തിൽ ഉണ്ടായിട്ടില്ല. ഇത് കല്ലുകൾ കൊണ്ട് മാത്രം കെട്ടി ഉയർത്തിയതാണ്, വലിയ ഉയരത്തിലാണുള്ളത്. അപ്പോൾ സ്വാഭാവികമായും അതിന് വേണ്ട ഒരു അത്തരത്തിലുള്ള നിർമ്മാണം അല്ല ഉണ്ടായിട്ടുള്ളത് എന്നാണ് നഗരസഭ ചെയർമാൻ. അതിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെയൊക്കെ അനുമതി വേണം എന്ന് പറയുന്നു. അപ്പോൾ അത്തരം അനുമതികളൊന്നും ഇതിനുണ്ടായിട്ടില്ല എന്ന കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതാണ്. എന്തായാലും ആശ്വാസകരമാണ്, മറ്റു വലിയ അപകടങ്ങൾ ഉണ്ടായില്ല. ഇപ്പോഴും അത് അപകടാവസ്ഥയിൽ തന്നെയല്ലേ? ഇപ്പോഴും അതിന്റെ അവശിഷ്ടങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. അപകടാവസ്ഥയിലല്ലേ? മുകളിൽ വലിയ കെട്ടിടം അടക്കമുണ്ടല്ലോ. മാധു, തീർച്ചയായും നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാം. അത് ഇപ്പോഴും കല്ലുകൊണ്ടാണ്, അത് ഓരോ കല്ല് വെച്ചാണ് കെട്ടിയിട്ടുള്ളത്, ചെങ്കല്ല് കൊണ്ടാണ് കെട്ടിയിട്ടുള്ളത്. അതിൽ ഒരു ബെൽറ്റ് നിർമ്മിച്ചിട്ടുണ്ട്. അത് മാത്രമാണ്, അതിൻ്റെ സ്ലാബ് മാത്രമാണ് അതിനൊരു സുരക്ഷ എന്ന നിലയിലുള്ളത്. പക്ഷേ അതുകൊണ്ട് മാത്രം ഞാൻ സൂചിപ്പിച്ച പോലെ ഇതിൻ്റെ അടിയിൽ വലിയ രീതിയിൽ മണ്ണുണ്ട്. അപ്പോൾ മഴ പെയ്താൽ സ്വാഭാവികമായും ആ മണ്ണ് തള്ളി ഇങ്ങോട്ട് ഇത് തകരാനുള്ള സാധ്യതയുണ്ട്. ഒരു വശത്തേക്ക് ദൃശ്യങ്ങൾ പോയാൽ ഇതിൻ്റെ മുകളിൽ ഞാൻ നേരത്തെ ആ ദൃശ്യം കാണിച്ചിരുന്നു. നീല പെയിൻ്റ് അടിച്ച ആ കെട്ടിടമാണ് സ്കൂൾ കെട്ടിടം. ആ സ്കൂൾ കെട്ടിടത്തിൽ ഇപ്പോഴും കുട്ടികളുണ്ട്, അവിടെ സ്കൂൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിനെ ഒരു 10 മീറ്റർ പോലും ഇല്ല ഈ മതിൽ തകർന്ന ഭാഗത്ത് ഉള്ളത്. ഇതിനിപ്പുറം കെട്ടിടമുണ്ട്, ഈ പള്ളിയുടെ ഭാഗമായിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന കെട്ടിടമുണ്ട്, പള്ളി വികാരി ഉൾപ്പെടെ താമസിക്കുന്ന കെട്ടിടമുണ്ട്. അങ്ങനെ മുകളിൽ സ്കൂൾ ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങളുണ്ട്, താഴെ പാതയുണ്ട്, അതായത് റോഡുണ്ട്, സ്ഥിരമായി വാഹനങ്ങൾ, ഇപ്പോൾ ഓട്ടോറിക്ഷ ഡ്രൈവറൊക്കെ നമ്മോട് സംസാരിച്ചു, അവർ കടന്നു പോകുന്ന പാതയുണ്ട്. അപ്പോൾ അത്തരമൊരു സ്ഥലത്ത് ഇത്ര വലിയ ഉയരത്തിൽ കെട്ടി പൊക്കിയിട്ടുള്ള മതിൽ, നിർമ്മാണം നടത്തിയ മതിൽ, അത് ഈ നിലയിലല്ല ആ മതിൽ നിർമ്മിക്കേണ്ടത് എന്നതാണ് ഇപ്പോൾ ഇവിടെയുള്ളവർ, ഇത് കാണുന്നവരെല്ലാവരും പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും അതിലെന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. എന്താണ് അതിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഒക്കെ ശരി, അരുൺ പൂപ്പറമ്പയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. വലിയൊരു മതിലാണ് ഇടിഞ്ഞു വീണത്. ആ ദൃശ്യങ്ങൾ വീണ്ടും കാണുമ്പോഴും നമുക്ക് ഭയപ്പാടുണ്ടാക്കുന്ന ദൃശ്യങ്ങളാണ്. വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായി. ഭാഗ്യത്തിനാണ് അവിടെ കാൽനട യാത്രക്കാരോ മറ്റു വാഹനങ്ങളോ ഉണ്ടാകാതിരുന്നത്. റോഡിന്റെ ഇപ്പുറത്തെ വശത്ത് പാർക്ക് ചെയ്തിരുന്ന ഒരു കാറ് അപകടത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയും ചെയ്തു. ആ സ്കൂൾ കെട്ടിടത്തിൽ ഇപ്പോഴും കുട്ടികളുണ്ട് എന്നുള്ളത് ആശങ്കയാണ്. ഇത്രയും വലിയ അപകടമുണ്ടായിട്ടും അതിൽ ഇനിയും മണ്ണിടിയാനുള്ള സാധ്യതയുണ്ടായിട്ടും എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ പറഞ്ഞുവിടാത്തത് എന്നതും അറിയില്ല. എന്തായാലും വീണ്ടും കനത്ത മഴയുണ്ടാകുന്ന സാഹചര്യമാണുള്ളത്. കാസർഗോഡൊക്കെ നാളെ റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ജാഗ്രതാ നടപടികൾ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.